പക്ഷേ എന്തുകൊണ്ടാണ് അത്രയും എൻ്റെ ഹസ്ബൻഡ് റിയാക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ഈ നമ്മുടെ ഒപ്പം ആത്മാർത്ഥമായിട്ട് നിന്ന് ആർട്ടിസ്റ്റുകൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഒന്ന് പ്രതികരിച്ചത്. കാരണം അത്രയും പ്രതികരിച്ചില്ലെങ്കിൽ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തും പറയാം എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ പ്രതികരിച്ചത് റൂഡായി പോയി എന്നുള്ളത് സത്യമാണ്. റൂഡായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ മധുരമായിട്ട് സംസാരിച്ചാൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഇപ്പോൾ മനുഷ്യരാണല്ലോ, നമുക്ക് അങ്ങനെ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ പൈസ മുടക്കി എടുത്തൊരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സിനിമയെ കുറിച്ച് പറയേ, പക്ഷെ പരിഹാസം പരിഹാസ രൂപേണ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഇങ്ങനെ ഞങ്ങൾ ഏത് ഗവൺമെന്റിന്റെ പെർമിഷനാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളുടെ റൈറ്റാണ് എന്നുള്ളൊരു സാധനമാണ് ഇവരൊക്കെ പറയുന്നത്. ഞങ്ങളുടെ റൈറ്റാണ് ഞങ്ങൾക്കത് പറയണം എന്നുള്ളത്. പറഞ്ഞോട്ടെ, പക്ഷെ അവരുടെ ആ ഒരു ഭാഷ അവരെങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നതെന്നുള്ളതും കൂടെ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ സോക്കോൾഡ് റിവ്യൂവേഴ്സ് എങ്ങനെയാണ് ഒരു സിനിമയെ അവതരിപ്പിക്കുന്നത്, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവർക്കിടെ ഒരു ചാനലിന് റേറ്റിംഗ് കൂട്ടാനും അവർക്ക് അതിനകത്തുനിന്ന് പൈസ ഉണ്ടാക്കാനുമുള്ള ഒരു ബിസിനസ്സായി മാറി ഇപ്പോൾ ഇത്. എനിക്ക് തോന്നിയത് ഷൂട്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ഒരു സിനിമ റിലീസ് ചെയ്യാൻ. നമുക്ക് ഷൂട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, നമുക്ക് ആർട്ടിസ്റ്റും റെഡി ആണെങ്കിൽ, ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിങ് ഒറ്റ ഷെഡ്യൂളിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഈ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഭയങ്കരമാണ്. റിലീസ് തിയേറ്റർ പിടിക്കാൻ, തിയേറ്റർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം പ്രൊമോഷന് പരിപാടി, ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് മുടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഓൺലൈൻ മീഡിയാസിന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര എമൗണ്ടാണ്. കാരണം ഇപ്പം നമ്മൾ ഒരു ഇതിനകത്ത് എത്ര പേരാണ് ഇപ്പം തന്നെ വ്ളോഗേഴ്സിനെ നോക്ക്. വ്ളോഗേഴ്സിന് നമ്മളാരും പൈസ കൊടുക്കുകയൊന്നും ചെയ്തില്ല, പക്ഷേ പ്രൊമോഷൻ ടീമിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സിനിമക്കാരും പ്രൊമോഷൻ ടീമിനെ വെക്കുന്നുണ്ട്. അവരാണല്ലോ നമുക്ക് ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾഡ് കോളേജിൽ പോകുന്നതും ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഈ പ്രൊമോട്ടേഴ്സാണ്, മീഡിയാസാണ്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ആരും ഫ്രീ ആയിട്ടല്ലല്ലോ ചെയ്യുന്നത്, എല്ലാവർക്കും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, വ്ളോഗേഴ്സിന് ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല. അതിൻ്റെ പ്രതികരണമാണ് കണ്ടത്. നമ്മൾ കൊടുത്തിട്ടില്ല ആർക്കും, ഒരു വ്ളോഗേഴ്സിനും കൊടുത്തിട്ടില്ല. പക്ഷേ പ്രൊമോഷൻ ടീമിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പോൾ ഓപ്പോസിറ്റ് പ്രൊമോഷൻ ടീമുണ്ട് മറ്റ് സിനിമകളുടെ. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പൈസ കൊടുക്കാത്ത പ്രൊമോഷൻ ടീം ഉണ്ടാവും. അവർ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഇത് തീർക്കുന്നത് ഓൺലൈനിൽ കൂടെ ഇരുന്നിട്ട് നമ്മുടെ ഫോട്ടോ വെച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടു എൻ്റെ ഒരു ഫോട്ടോ, പല ഫോട്ടോസ് വെച്ചിട്ട് ഒരേ സാധനമാണ്. അതായത് ഭർത്താവ് നിർമ്മിക്കുന്ന സിനിമയിൽ മാത്രം അഭിനയിക്കുന്ന നടി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഇടുവാണ്. ഞാനൊരു 8 എടുത്ത് കണ്ടു, പല മീഡിയസ്, അതെല്ലാം ഓൺലൈൻ മീഡിയസ്, അത്യാവശ്യം പേരുകേട്ട ഓൺലൈൻ മീഡിയാസാണ്, പേരൊന്നും പറയുന്നില്ല. ഇതേ സാധനം. അപ്പോൾ 1-2 ഇടത്ത് എനിക്ക് അറിയാവുന്ന ആൾക്കാരുടെ ആയിരുന്നു. ഞാൻ വിളിച്ചു പറഞ്ഞ് ഇതെന്താണ്, നിങ്ങൾ എന്നെ ഉപകാരം ചെയ്യാനോ ഒരു ഉപദ്രവിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് റിമൂവ് ചെയ്തു. പക്ഷേ നമുക്കിപ്പോ എല്ലാരെയും വിളിച്ചു പറയാനോ അല്ലേ, അല്ലെങ്കിൽ ചില നമ്മൾ കാണാതെ തന്നെ പോകുന്നുണ്ടാവില്ല അങ്ങനെ. അപ്പോൾ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സായി മാറി. ഇതൊരു വലിയൊരു ബിസിനസ്സാണ് ഇതിൻ്റെ പിന്നിൽ. നമ്മൾ സിനിമയ്ക്ക് പൈസ മുടക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇതിനെ ബിസിനസ്സായിട്ട് എടുത്ത് ജീവിതമാർഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടീം തന്നെ ഇവിടെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് വന്ന സാധനങ്ങൾ, ഈ ഓൺലൈൻ സാധനം വന്നേ പിന്നെ. അതിനു മുന്നൊന്നും സിനിമയിൽ ഇങ്ങനെ ഇല്ലായിരുന്നു. സിനിമ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ്, പ്രൊഡ്യൂസർ സിനിമ പൈസ മുടക്കുന്നു, സിനിമ തിയേറ്ററിൽ ഇറക്കുന്നു, അതിനെ വേണമെങ്കിൽ വല്ല തിയേറ്ററിൽ വല്ല ആളെ വിട്ട് കൊള്ളത്തില്ലാട്ടോ എന്ന് പറഞ്ഞു വിടാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ. ഇത് ഫോണിനകത്തൂടെ വരെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഗ്രൂപ്പിനകത്തോട്ട് മെസ്സേജസ്, ആരും പോയേക്കല്ലേ, തിയേറ്റർ പരിസരത്ത് പോലും പോയേക്കരുത്, കാട്ടാവത ആ സാധനം, മനസ്സിലായോ?